ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓർബിറ്റൽ വെലോസിറ്റി എന്താണെന്നാണ്. സോ ഒരു പ്ലാനറ്റിൻ്റെ മുകളിലൂടെ ഒരു സാറ്റലൈറ്റ് ഒരു ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യാൻ വേണ്ട വെലോസിറ്റിയാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഒന്നുകൂടി പറയാം, ഒരു പ്ലാനറ്റിൻ്റെ മുകളിൽ അതൊരു ഹൈറ്റിൽ സാറ്റലൈറ്റിന് റിവോൾവ് ചെയ്യാൻ വേണ്ട വെലോസിറ്റിയാണ് ഓർബിറ്റൽ വെലോസിറ്റി. സോ നമ്മൾ എർത്ത് കൺസിഡർ ചെയ്യും. എർത്താണ് നമ്മൾ പ്ലാനറ്റ് ആയിട്ട് എടുക്കുന്നത്. സോ എർത്ത് കൺസിഡർ ചെയ്തു. റേഡിയസ് ക്യാപിറ്റൽ R, ക്യാപിറ്റൽ M മാസ്. ഓക്കെ ആണോ? h ഹൈറ്റിൽ ഒരു ഓർബിറ്റിലൂടെ ഒരു സാറ്റലൈറ്റ് സ്മാൾ m ഉള്ള സാറ്റലൈറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ആണോ? സോ ഒന്നുകൂടി പറയാം, നമ്മൾ എർത്തിനെ കൺസിഡർ ചെയ്തു. ക്യാപിറ്റൽ ലെറ്റർ R റേഡിയസ്, ക്യാപിറ്റൽ ലെറ്റർ M മാസ്. h ഹൈറ്റിൽ ഒരു ഓർബിറ്റിലൂടെ ഒരു സാറ്റലൈറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സാറ്റലൈറ്റിന്റെ മാസ് എന്ന് പറയുന്നത് സ്മാൾ ലെറ്റർ M ആണ്. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ ആണോ? ഇനി ഈ സാറ്റലൈറ്റിന് എർത്ത് കാരണം ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ലേ? അതാണ് നമ്മൾ FG, ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഗ്രാവിറ്റേഷൻ. സോ FG = Gmm/r+h ഹോൾ സ്ക്വയർ. നമുക്കറിയുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഇക്വേഷൻ അത് നമ്മൾ എഴുതി. ഓക്കെ ആണോ? ഇനി ഇതിങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ ഒരു മാസ് റിവോൾവ് ചെയ്യുമ്പോൾ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവില്ലേ? സോ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? mv²/r. ഇവിടെ എന്താ r+h അല്ലേ? ടോട്ടൽ ഹൈറ്റ് അല്ലെ? ടോട്ടൽ r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ r+h അല്ലേ? സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് Fc = mv²/r ന്റെ പകരം r+h. ഓക്കെ ആണോ? ഓക്കെ. സോ രണ്ട് ഫോഴ്സുകൾ കിട്ടി, സെൻട്രിപെറ്റൽ ഫോഴ്സും കിട്ടി, ഗ്രാവിറ്റേഷൻ ഫോഴ്സും കിട്ടി. സോ ഫോർ സ്റ്റേബിൾ റൊട്ടേഷൻ, ഒരു സ്റ്റേബിൾ ആയിട്ട് ഇവിടെ റൊട്ടേഷൻ നടക്കണമെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യണ്ടേ? ഓക്കെ ആണോ? ഓക്കെ. സോ Fc = Fg, ഇക്വേറ്റ് ചെയ്യാം. സോ Fc എന്താണ്? mv²/r+h. Fg എന്താണ്? Gmm/r+h ഹോൾ സ്ക്വയർ. സോ ഇവിടെ നിന്ന് r+hഉം ഒരു r+hഉം കട്ടായി, m കട്ടായി. ബാക്കി എന്തുണ്ടാവും? v² = Gm/r+h. v² = Gm/r+h. ഇവിടെ G കോൺസ്റ്റന്റ് ആണ്, M കോൺസ്റ്റന്റ്, R കോൺസ്റ്റന്റ് ആണ്, H കോൺസ്റ്റന്റ് അല്ല. സോ ഇതൊന്ന് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓർത്തേക്ക്, ഞാൻ ഫൈനൽ ഇക്വേഷൻ വരുമ്പോൾ പറയാം. സോ v² = Gm/r+h. സോ v² നിന്ന് v മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് √Gm/r+h, റൂട്ട് v² v ആക്കാൻ വേണ്ടി റൂട്ട് എടുത്തു. സോ നമ്മളെ ഫൈനൽ ഇക്വേഷൻ എന്താണ്? v = Gm/r+h. സോ v നമ്മൾ എന്ത് ചെയ്തു? VO ഇട്ടു. കാരണം എന്താ? ഈ v ആണ് നമ്മൾ എന്ത്? ഓർബിറ്റൽ വെലോസിറ്റി. സോ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്തു സിമ്പിൾ VO എന്നാണ്. സോ നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, h മാത്രം കോൺസ്റ്റന്റ് അല്ല. സോ G കോൺസ്റ്റന്റ് ആണ്, M കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്. ഓൺലി കോൺസ്റ്റന്റ് അല്ലാതെ h ആണ്. സോ ഈ ഓർബിറ്റൽ വെലോസിറ്റി h-നെയാണ്, ഹൈറ്റിനെയാണ്, അതായത് ഈ സാറ്റലൈറ്റ് വെച്ച ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യും. സോ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് VO കൂടും, ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് VO കുറയും. സോ VO ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/h ആണ്. ഓക്കെ ആണോ? സോ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് VO കുറയും, ഹൈറ്റ് കുറയുന്നതനുസരിച്ച് VO കൂടും. സോ ഓർബിറ്റൽ വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇക്വേഷനിൽ നിന്ന് ഹൈറ്റിന് അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കി. സോ ഇത്രയേ ഉള്ളൂ ഓർബിറ്റൽ വെലോസിറ്റിയെ പറ്റി ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാനുള്ളത്. സോ താങ്ക് യു.